ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളിന്ന് പോകുന്നത് കള്ള് ഷാപ്പിലേക്കാണ് ഗൈസ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഈ ഡേ അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം പോയ കള്ള് ഷാപ്പിൽ അവിടെ കള്ള് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഗൂഗിളിലൊക്കെ തപ്പി കണ്ടുപിടിച്ചൊരു സ്ഥലമായിരുന്നു ഇത്. ഇവിടെ നല്ല അടിപൊളി വൈബൊക്കെയാണ്. കള്ള് ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ കായലോരം എന്നാണ് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ കള്ള് ഷാപ്പിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് മണലൂർ കടവ് കള്ള് ഷാപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഗൂഗിളിലൊക്കെ നോക്കിയാൽ കടവ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ചെന്ന് വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഫുഡും കള്ളൊക്കെ കിട്ടിയത്. ഇതാണ് മെനു കാർഡ്. ഇതിൽ കുറേ ഐറ്റംസൊക്കെ ഇല്ല. നമ്മൾക്കിപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമായ കാരണം കൊണ്ട് അവർ ഫുഡൊക്കെ ലിമിറ്റഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പക്ഷേ കൊള്ളി, പൊറോട്ട, പിന്നെ കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ താറാവ്, ചെമ്മീൻ, ബീഫ്, കല്ലുമ്മക്കായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ എല്ലാതും ഒരു ആവറേജ് ഓക്കെ ടേസ്റ്റാണ്. അടിപൊളി എന്ന് പറയാൻ മാത്രം ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. പിന്നെ കള്ള് ടേസ്റ്റ് ഉണ്ടായിരുന്നു. കള്ള് നല്ല കള്ളായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഞങ്ങൾ കരിമീനൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. ഡുഡു ദേ ഇപ്പോൾ എണീറ്റുള്ളൂ. അവളിവിടെ എത്തിയപ്പോൾ നല്ല ഉറക്കമായിരുന്നു. അവൾ എണീറ്റ് കുറച്ചൊക്കെ ആക്റ്റീവായപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പാലമുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂവും നല്ല അടിപൊളി വൈബൊക്കെയാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തായിരുന്നു. പിന്നെ ഡുഡുവും ഭയങ്കര ആക്റ്റീവായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ ഡുഡുവിൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കുമ്പോൾ അതേ അച്ഛൻ്റെ പാലത്തുമ്മ കയറിയിട്ട് കുറച്ച് പുഷപ്പൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തൊട്ടടുത്ത് മീൻസ് ഒരു കുറച്ച് 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സ്നേഹതീരം ബീച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ബീച്ച് വഴി കയറി തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നായിരുന്നു പ്ലാന്. അപ്പോൾ ഞങ്ങൾ നേരെ സ്നേഹതീരം ബീച്ചിലേക്ക് പോണ വഴിയാണ് ഗൈസ് ഇത്. സ്പൈഡർമാൻ കിടന്ന് ആടുന്ന കണ്ടില്ലേ, വെറുതെ ഒരു ആവശ്യമില്ലുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്നേഹതീരം ബീച്ചിലൊരു 3:30 ആയപ്പോഴാണ് എത്തിയത്. നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെയിലൊക്കെ നാറിയിട്ട് ബീച്ചിൻ്റെ അവിടേക്ക് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒരു മണ്ഡപമൊക്കെ പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡുഡു ബേബി അവിടെ തൊട്ടടുത്ത് നിന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. ഉമ്മയൊക്കെ തരുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ആൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ സോഡയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു. പിന്നീട് ഞങ്ങൾ മെല്ലെ നടന്ന് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഉണ്ണിയുടെ അച്ഛൻ വന്നിട്ട് അവളെ എടുത്തുകൊണ്ട് അവിടെ വ്യൂ ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നടന്ന് പോയി ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ സെറ്റായി ഗൈസ്. അവളവിടെ ഡുഡു മണ്ണിലൊക്കെ ഇരുന്ന് കുറേ നേരം കളിക്കുന്നുണ്ടായിരുന്നു. മേലൊക്കെ ആകെ മണ്ണാക്കി അവൾ കുറേ മണ്ണൊക്കെ എടുത്തിട്ട് ചുവട്ടിലും കണ്ണിലൊക്കെ എടുത്തിടുന്നുണ്ടായിരുന്നു. കുറേ പാടുപെട്ടിട്ടാണ് അവളുടെ ഡ്രസ്സുമേന്നും എത്തുന്നൊക്കെ മണ്ണ് ഞങ്ങൾ മാറ്റാനായിട്ട് നോക്കിയത്. പിന്നെ ഞങ്ങളവിടെ വന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വെള്ളത്തിലിറങ്ങാൻ അവൾക്ക് നല്ല പേടിയായിരുന്നു. പക്ഷെ ആ മണലിലുള്ളിരുന്ന് കുറേ നേരം കളിച്ചു. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സ്ലോ മോഷൻ വീഡിയോസും ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബായ്.